ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അടുത്ത ഒരു ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് എലമെൻറ്റിൻ്റെ ആസ്പെക്റ്റിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ, അതേപോലെ തന്നെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം രൂപയുടെ പർച്ചേസാണ് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പർച്ചേസ് പോളിസി പ്രൊസീജിയർ എന്താണെന്നുള്ളത് വ്യക്തമാക്കുക, അതേപോലെ തന്നെ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ ചൂസ് ദ മോസ്റ്റ് ഫേവറബിൾ സോഴ്സ് ഓഫ് സപ്ലൈ. ഏറ്റവും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സപ്ലൈ ഏതാണ്? പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, പല സപ്ലയേഴ്സ് ഉണ്ടായിരിക്കാം. ഏത് സപ്ലയേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൈസ് ലെസ് ആയിട്ട് നമുക്ക് കിട്ടുക ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. സോ ഇതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് വരും. അതേപോലെ തന്നെ പർച്ചേസ് റിക്വസിഷൻ റിസീവ് ചെയ്യാം, അല്ലേ? പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പല മെറ്റീരിയൽസും പ്രൊഡക്റ്റുകളും ആവശ്യമുണ്ടാവും. സോ അവരുടെയൊക്കെ റിക്വസ്റ്റുകൾ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്, ഇവരുടെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യുക എന്നുള്ളതും. ഇൻവെൻട്രി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക എന്നുള്ളതും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ മേജറായിട്ടുള്ള ഫംഗ്ഷൻസാണ്. ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, എത്ര രൂപയുടെ, അതേപോലെ തന്നെ പോളിസി പ്രൊസീജിയർ എന്താണെന്ന് തീരുമാനിക്കണം, പർച്ചേസ് ഓർഡർ ചെയ്യണം, അതേപോലെ തന്നെ ഏത് സപ്ലയറുടെ അടുത്ത് പർച്ചേസ് ചെയ്യണം തീരുമാനിക്കണം, പർച്ചേസ് റിക്വസ്റ്റുകൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിസീവ് ചെയ്യണം, അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അതേപോലെ തന്നെ ഇൻവോയ്സ് വെരിഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ ചോദിക്കാൻ വേറെ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് പ്രൊസീജിയർ ഓഫ് പർച്ചേസിങ് മെറ്റീരിയൽ. ഒരു പർച്ചേസ് നടത്തുമ്പോഴുള്ള പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്താണ്, അല്ലെങ്കിൽ പർച്ചേസ് പ്രൊസീജിയറിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ആദ്യം നമ്മൾ റിക്വസ്റ്റ് റിസീവ് ചെയ്യണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമുള്ളത് എന്നുള്ളത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഫോർമാറ്റിലുള്ള റിക്വസ്റ്റ് എന്ത് ചെയ്യണം, റിസീവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര മെറ്റീരിയൽ നമുക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള കൊട്ടേഷൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ത് ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം. സോ അതനുസരിച്ച് നമുക്ക് സപ്ലയേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ സപ്ലയറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം അവർക്ക്. അത് കഴിഞ്ഞ് അവരുടെ മെറ്റീരിയൽസ് നമ്മൾ റിസീവ് ചെയ്യുന്നു. നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ ഇൻവോയ്സ് ചെക്ക് ഔട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇതാണ് ഒരു പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം റിക്വസ്റ്റ് വാങ്ങിക്കണം, കൊട്ടേഷൻ ഇടണം, അതേപോലെ തന്നെ സപ്ലയറെ തിരഞ്ഞെടുക്കണം. സപ്ലയർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കണം. സോ അവരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇൻസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കണം. ഇതാണ് പർച്ചേസ് പ്രൊസീജിയറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് പ്രോസസ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്തതാണ് ടൈപ്പ് ഓഫ് സ്റ്റോർ. പലതരത്തിൽ രീതിയിൽ സ്റ്റോറുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു സ്ഥാപനത്തിലെ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ആണ് അവരുടെ സ്റ്റോർ മെയിൻ്റെനൻസ് എന്നുള്ളതാണ്. 3 തരത്തിലാണ് സ്റ്റോർ മെയിൻ്റെനൻസ് പറയുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് സ്റ്റോറാണ്, 2 ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ, 3 സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. ഇപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് പറയുന്ന പോലെ തന്നെ സെൻട്രൽ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റോറേ ഉണ്ടാവുള്ളൂ, ഒറ്റ സ്റ്റോർ റൂമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് എന്ത് ചെയ്യുക, എല്ലാ മെറ്റീരിയൽസും അവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. അതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ. ഈ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞാലോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് സ്റ്റോറുകൾ ഉണ്ടായിരിക്കും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഈ സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ അത് സബ് സ്റ്റോറിലേക്ക് നമ്മൾ ആവശ്യാനുസരണം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യും, അത് മാറ്റിക്കൊണ്ടിരിക്കും, അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്? സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റോർ വെർ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് റിക്വയർഡ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ആർ സ്റ്റോർഡ് അറ്റ് വൺ പ്ലേസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സ്റ്റോറേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്.
ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ കൺട്രോളാണ് അല്ലേ. എല്ലാ മെറ്റീരിയൽസും ആ സ്റ്റോറിലാണ് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. നീഡ് ലെസ് സ്റ്റോറേജ് സ്പേസ്, കുറച്ച് സ്റ്റോറേജ് സ്പേസ് മതി. അതേപോലെ തന്നെ ഈസി സ്റ്റോക്ക് ടേക്കിംഗ്, എളുപ്പത്തിൽ നമുക്ക് സ്റ്റോക്ക് ടേക്ക് ചെയ്യാൻ പറ്റും. എന്താ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് നമുക്ക് എത്രത്തോളം അവൈലബിൾ ഉണ്ട്, ബാലൻസ് എത്ര ഉണ്ട്, നമ്മൾ ഇനി അടുത്ത പർച്ചേസ് ആവശ്യം ടൈം ആയോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തണം. സ്റ്റോക്ക് ടേക്കിങ്ങിന് ഈസി ആയിരിക്കും ഒറ്റ സ്റ്റോറാണ് വെച്ചാൽ. അതേപോലെ തന്നെ ലോവർ ക്ലറിക്കൽ വർക്ക്, കുറേ ക്ലറിക്കൽ വർക്ക് ഒന്നുമില്ല, ഒറ്റ സ്റ്റോർ കീപ്പർ മതി. ആ സ്റ്റോർ കീപ്പറിൽ സ്റ്റോർസ് ലെഡ്ജർ ഉണ്ടായാൽ മതി. ദെൻ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ലോ മൂവിങ് ഐറ്റംസ് അല്ലേ. നമ്മൾ മെറ്റീരിയൽസ് ൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി പറയുമ്പോൾ സ്ലോ മൂവിങ് ഐറ്റംസും ഉണ്ടായിരിക്കും, ഫാസ്റ്റ് മൂവിങ് ഐറ്റംസും ഉണ്ടായിരിക്കും അല്ലേ. എന്താ സ്ലോ മൂവിങ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെയാണ് മെറ്റീരിയൽ ചിലവാവുള്ളൂ, അതായത് കൂടുതലൊന്നും ചിലവാവില്ല, കുറച്ച് ആവശ്യമുള്ളൂ. പക്ഷേ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ്, അത് സ്പീഡായിട്ട് ചിലവ്. നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് തന്നെ മെറ്റീരിയൽസ് തരും. സോ അതിൻ്റെ ഉപയുക്തത എത്രത്തോളം അത് ആവശ്യമുള്ള മെറ്റീരിയൽ ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ മൂവിങ് നടക്കുന്നത്. അപ്പോൾ സ്ലോ മൂവിങ് മെറ്റീരിയൽസ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സ്ലോ മൂവിങ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, സ്വാധീനിക്കും. ഇനി സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഇൻക്രീസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലേ. എല്ലാ മെറ്റീരിയലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ ചിലപ്പോൾ ഡിലേ ഉണ്ടാവും, കാരണം ഒരു സ്റ്റോറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആവശ്യാനുസരണം ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റോർ എപ്പോഴും എന്തായിരിക്കും, ബിസി ആയിരിക്കും, അതുകൊണ്ട് ഡിലേ ഉണ്ടാവും ഇഷ്യൂ ചെയ്ത് കിട്ടാൻ. ദെൻ ഇൻക്രീസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ് അല്ലേ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ് കൂടുതലായിരിക്കും, അതായത് ഒരു സ്റ്റോറിലായതുകൊണ്ട് ആ സ്റ്റോറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾ 3 ആളൊക്കെ വേണ്ടി വരും. സോ അവർക്ക് എക്സ്പെൻസ് ഉണ്ട്, കാരണം ഇത്രയും മെറ്റീരിയലിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരാളെയും കൊണ്ട് പറ്റില്ല. ദെൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ഫയർ തെഫ്റ്റ് അല്ലേ. ഫയറും തെഫ്റ്റും ഒക്കെ അതിലൂടെയൊക്കെ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ലെ, സ്റ്റോറിനകത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്ത് മെറ്റീരിയൽസ്. ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു സ്ഥാപനത്തിൻ്റെ അവസ്ഥയല്ല കേട്ടോ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ചിലപ്പോൾ വലിയ സ്റ്റോറൊക്കെ, വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോർ റൂമെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ അതിൻ്റെ ബൗണ്ടറി തന്നെ ഉണ്ടായിരിക്കും. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധനം എത്തിക്കണം, സോ വണ്ടിയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ 1 2 3 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഒരേ സമയം സാധനങ്ങൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതാണ് പറയുന്നത്. ഇനി ഒരു സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ചോദിച്ചാലും ഡ്യൂട്ടീസ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഒരു സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ അറിയാലോ, സ്റ്റോർ നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സ്റ്റോർ റൂമിൽ അതിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയിയാണ്, സെക്യൂരിറ്റിയാണ് എന്ത്, സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ പണി എന്താണ്, സ്റ്റോറൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കേടുവരാതിരിക്കാനും അല്ലെങ്കിൽ അത് സേഫ് ആൻഡ് കസ്റ്റഡി എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോർ കീപ്പറുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ അല്ലേ. പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക. മെറ്റീരിയൽ ഇൻ പ്രോപ്പർ പ്ലേസസ്, ഓരോ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ പ്ലേസിലേക്ക് എന്ത് ചെയ്യുക, ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മെഡിക്കൽ സ്റ്റോറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ ഓരോ മരുന്ന് വന്നാലും അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ട ഒരു കറക്റ്റ് ഇതുണ്ടായിരിക്കും, ഐഡിയ ഉണ്ടായിരിക്കും. സോ തോന്നിയ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഓരോ പ്രോപ്പർ പ്ലേസിൽ എന്ത് ചെയ്യണം, അത് മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യണം. അതേപോലെ ദെൻ ടു മേക്ക് സ്റ്റോർ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. സ്റ്റോർ റൂം എപ്പോഴും എന്ത് ചെയ്യണം, നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം അല്ലേ. വാരി വലിച്ച് സാധനങ്ങൾ ഇടരുത്, അത് കേടൊന്നു പോകാനും അതേപോലെ തന്നെ നമ്മളുടെ ശ്രദ്ധക്കുറവിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ ടു ടേക്ക് സ്റ്റോക്ക് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ് അല്ലേ. സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സ്റ്റോക്ക് എടുക്കണം. കാരണം ഏതെങ്കിലും സ്റ്റോക്ക് കുറവുണ്ടോ, ഏതാണ് അടുത്ത് പർച്ചേസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് കറക്റ്റായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ടു മെയിൻറ്റെയിൻ ബിൻ കാർഡ് ഫോർ ഈച്ച് മെറ്റീരിയൽസ്, ഓരോ മെറ്റീരിയൽസിന് ബിൻ കാർഡ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മെയിൻ ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒരു പോട്ടിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ ആ ബോക്സിൽ എത്ര മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, എത്ര അതിന് ചിലവായിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഇഷ്യൂവും അതേപോലെ തന്നെ റിസീവ് എഴുതാൻ വേണ്ടിയിട്ടാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്ര വന്നിട്ടുണ്ട്, അതിന് എത്ര പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ബാലൻസും അറിയാൻ പറ്റും.
ദെൻ ടു പ്രൊട്ടക്ട് മെറ്റീരിയൽ ഫ്രം തെഫ്റ്റ് ആൻഡ് ഡാമേജ് അല്ലേ, മെയിനായിട്ട് അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് അല്ലേ, ആവശ്യമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോർ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പാടില്ല. അത് സ്റ്റോർ കീപ്പറുടെ ഇതാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ടു റിപ്പോർട്ട് ഓൺ വേസ്റ്റ്, സ്ക്രാപ്പ് ആൻഡ് ഒബ്സലേറ്റ് സ്റ്റോക്സ് അല്ലേ, സ്റ്റോക്ക് വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പറയണം, സ്ക്രാപ്പ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പറയണം, ഒബ്സലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. ഒബ്സലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോകട്ടോ, ഇപ്പോൾ നമ്മൾ പെട്രോളൊക്കെ നമ്മൾ അടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒബ്സലേറ്റ് ചെയ്ത് പോകും അല്ലേ, അത് ആവിയായി പോകും. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഒബ്സലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ടു മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് റെക്കോർഡ് റിലേറ്റഡ് ടു സ്റ്റോർ അല്ലേ, സ്റ്റോറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ് എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കുക. ഇതൊക്കെയാണ് സ്റ്റോർ കീപ്പറുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്ന് വെച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ, സെയിം സാധനം തന്നെയാണ്. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റോർ കീപ്പറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ പർച്ചേസ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് സ്റ്റോറുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇതിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡും സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ അടുത്ത ഒരു ഇതിൽ പറയും കേട്ടോ, നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, അത് കഴിഞ്ഞ് സെൻട്രൽ സ്റ്റോർ, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.